ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഈ നല്ല ദിവസത്തിൻ്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മൾ കേൾക്കാൻ പോകുന്ന ചിന്ത, നമ്മൾ ദൈവത്തിൻ്റെ മുഖമായിട്ട് മാറണം, ഈശോയുടെ മുഖമായിട്ട് മാറണം. അതായത് കർത്താവിൻ്റെ കണ്ണാവണം, കാതാവണം, അധരമാകണം, ഹൃദയമാകണം, കരുണയാകണം, വ്യക്തിത്വമാകണം, സ്വഭാവമാകണം, അവബോധമാകണം, മുറിവുകളായിട്ട് മാറണം. ചെറിയൊരു കഥ പറഞ്ഞ് മുന്നോട്ട് പോകാം. അമേരിക്കയിലൊരു കോടീശ്വരൻ, മക്കളില്ല. അദ്ദേഹം എല്ലാ മാസവും ഓരോ ഗ്രാമത്തിൽ പോയി കുട്ടികളെ കളക്ട് ചെയ്യും. ബസ് നിറയെ കുട്ടികളെ കളക്ട് ചെയ്ത് ഒരു ദിവസത്തെ പിക്നിക്കാണ്. എല്ലായിടത്തും കൊണ്ടുപോയി നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കും, സമ്മാനം മേടിച്ചു കൊടുക്കും. അവസാനം നല്ല ഡിന്നറാണ്. ഈ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ ഈ കോടീശ്വരൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണേ. അവൻ ഭക്ഷണം കഴിക്കണില്ല, ഇങ്ങനെ നോക്കി ചിന്തിച്ചിരിക്കണേ. അപ്പോൾ ഈ കോടീശ്വരൻ വന്ന് ചോദിച്ചു, മോനെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? അതെ സാറേ, എൻ്റെ അമ്മ കുറേ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈശോനെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്, ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഞങ്ങളെ കൊണ്ടുനടന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. ആർ യു ജീസസ്? നിങ്ങൾ ജീസസ് ആണോ? അതെ. കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-16 വായിച്ചാൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങളാകുന്ന ഉപ്പ് ഉറകറ്റു പോയാൽ വലിച്ചെറിയപ്പെടാനും ചവിട്ടി മെതിക്കാനും അല്ലാതെ ഒന്നിനും കൊള്ളില്ല. എന്നിട്ട് പ്രകാശമാണെന്ന് പറഞ്ഞു, വിളക്ക് കൊളുത്തിയും പറയുടെ കീഴിൽ വയ്ക്കാറില്ല. എന്നിട്ട് സെൻറ്റൻസ് ഇതാണ്, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. ഇനി മറ്റൊരു വചനം കൂടി പറയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമുക്ക് ഈ വചനം മനസ്സിൽ സൂക്ഷിച്ചിട്ട് യേശുവിൻ്റെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് ഒരു അമ്മ ലൂക്കായുടെ സുവിശേഷം 11:27 ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിന്നെ പാലൂട്ടിയ പയോദരവും നിന്നെ വഹിച്ച ഉദരവും എത്രയോ ധന്യമാകും. അപ്പോൾ ഈശോ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും അതനുസാരം ജീവിക്കുകയും ചെയ്യും, അതിനേക്കാൾ ഭാഗ്യമുള്ളവരാണ്. തുടർന്ന് നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകാം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റ വാചകത്തിൽ കർത്താവ് എല്ലാവർക്കും എല്ലാമായി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. പിന്നീട് സഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ 313 വരെയുള്ള ചരിത്രം നോക്കിയാൽ തെർത്തൂല്യൻ എന്ന് പറയുന്ന ചരിത്രകാരൻ ഇങ്ങനെ എഴുതി, രക്തസാക്ഷികളുടെ ചുടുരക്തം വീണുകുതിർത്ത മണ്ണിൽ നിന്നാണ് സഭ വളർന്ന് പന്തലിച്ചത്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ ബീജം. 1941 പോകാം. നമുക്ക് സുപരിചിതനായ കേരളത്തിൽ വന്നിട്ടുള്ള മാക്സിമിലിയൻ മരിയ കോൾബെ. അദ്ദേഹം പിടിക്കപ്പെട്ടു നാസി തടവറയിലാണ്, തടങ്കലിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ചാടിപ്പോയി. ഒരാൾ ചാടിയാൽ 10 പേരെ കൊന്നുകളയും. ഞറുക്കിട്ടപ്പോൾ 10ാമത്തെ ഞറുക്ക് വീഴുന്നത് ഗയോണീഷക്ക് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. അവൻ വലിയ വായിൽ കരയുമ്പോൾ അടുത്ത് നിൽക്കുന്ന മാക്സിമിലിയൻ കോൾബെ അച്ഛൻ ചോദിച്ചു, നീ എന്താ കരയണത്? പറഞ്ഞു, കല്യാണം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ല, എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഞാൻ പോരുമ്പോൾ, അവൾക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെപ്പോലും കാണാൻ എനിക്ക് ഭാഗ്യമില്ലല്ലോ, എന്നെ മരണത്തിന് വിധിക്കുകയാണല്ലോ എന്ന് കരുതി ഞാൻ കരഞ്ഞതാണ്. ഉടനെ മാക്സിമിലിയൻ പറഞ്ഞു, നിനക്ക് പകരം ഞാൻ മരിക്കാം. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് മേലധികാരോട് പറഞ്ഞു, ഇവന് പകരം ഞാൻ മരിക്കാം. അവർ ചോദിച്ചു, നീ ആരാണ്? ഞാനൊരു വൈദികനാണ്. അങ്ങനെ 10 പേരെ ഗ്യാസ് ചേംബറിലേക്ക് അടക്കണേ. അവിടെ വന്ന എല്ലാവരെയും ശക്തിപ്പെടുത്തി. അവർ നോക്കുമ്പോൾ 9 പേരും മരിച്ചു, മാക്സിമിലിയൻ മരിയ കോൾബെ മരിച്ചിട്ടില്ല. കാർബോളിക് ആസിഡ് കുത്തിവെച്ചാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം വലിയ വിശുദ്ധനായിട്ട് മാറി. അതെ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. കാരണം ഈ അച്ഛനെ ആരും അറിഞ്ഞിരുന്നില്ല. ലോകം മുഴുവനും ഇന്ന് മാക്സിമിലിയൻ മരിയ കോൾബെ എന്ന വിശുദ്ധനെ എല്ലാവരും അറിയണേ. ഇനി നമുക്ക് 1981 മെയ് 13 പോകാം. എത്രയോ പാപ്പന്മാരുണ്ടായി. ലോകചരിത്രത്തിൽ വലിയ വലിയ നേതാക്കന്മാരെ വെടിവെച്ച വ്യക്തികളെ ഓൺ ദ സ്പോട്ടിൽ കൊന്നുകളയും. അബ്രഹാം ലിങ്കൺ, ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, രാജീവ് ഗാന്ധി, ഇവരെയൊക്കെ കൊന്നവരെ ഓൺ ദ സ്പോട്ടിൽ കൊന്നുകളയും. പക്ഷേ ലോകചരിത്രത്തിൽ ഇന്ന് മുഹമ്മദ് അലി അക്ക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം ജോൺ പോൾ II. വെടിയേറ്റ് വീണു, ആരോഗ്യം കിട്ടിയപ്പോൾ
തന്നെ വധിക്കാൻ ശ്രമിച്ചവൻ്റെ അടുത്ത് ജയിലിൽ പോയി അവനെ കെട്ടിപ്പുണർന്നു. ആലിംഗനം ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും മുഖചിത്രമായി ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിച്ചു, പാപിയെ തേടി വന്നവൻ്റെ പിൻഗാമി. അതെ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. നമുക്ക് ഒറീസയിലേക്ക് പോവാം, വടക്കേ ഇന്ത്യയിലേക്ക് പോകാം. അവിടെ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷണറി 41 വർഷമായി മിഷൻ സേവനം ചെയ്യുന്നു. എല്ലാവരുടെയും കൂട്ടുകാരനാണ്. ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് വന്നതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തെ 2 ആൺമക്കളെയും ആ ജീപ്പിൽ പെട്രോൾ ഒഴിച്ച് കൊന്നുകളഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഭാര്യയും മകളും എസ്തറും ഗ്ലാഡീസും പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ഈശോ കുരിശിൽ കിടന്ന് മരിച്ചു. ആ ഈശോയെ പ്രതി ഞങ്ങളിവിടെ വന്നു. ഈശോയെ പ്രതി ഒരു രക്തസാക്ഷിയാകാനായിട്ട് സാധിച്ചതിനെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് ആ ജീവിച്ചിരിക്കുന്ന ഭാര്യയും മകളും പറഞ്ഞു. ഇനി റാണി മരിയ സിസ്റ്ററിനെ നമുക്കറിയാം. ആ റാണി മരിയ സിസ്റ്ററിനെ അതിദാരുണമായി കൊന്ന സമന്തർ സിംഗ് 1-ാം പ്രതി ജയിലിൽ കിടക്കണേ. വടക്കേ ഇന്ത്യയിലൊരു സമ്പ്രദായമുണ്ട്, രക്ഷാബന്ധനം കെട്ടുക, രാഖി. പത്രം അത് പ്രസിദ്ധീകരിച്ചു. റവറൻഡ് സിസ്റ്റർ സെൽമി പോൾ, അതായത് റാണി മരിയ സിസ്റ്ററിനെ അനുജത്തി, അതേ സഭയിലുള്ള സിസ്റ്റർ അപ്പനോടൊപ്പം ഇൻഡോർ ജയിലിൽ ചെന്ന് അധികാരികളുടെ അനുവാദത്തോടെ കയ്യിൽ രക്ഷാബന്ധനം കെട്ടിയപ്പോൾ പത്രം ഇങ്ങനെ എഴുതി, ജയിൽ പുള്ളികളുടെ പരിപരുത്ത ഹൃദയം തേങ്ങിയെന്ന്. അതെ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. തീർന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവൻ പെരുമ്പാവൂരിലുള്ള പുല്ലുവഴിയിലുള്ള സിസ്റ്ററിൻ്റെ വീട്ടിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ സെൽമി പോൾ വിളിച്ച് അമ്മയോട് ചോദിച്ചു, അമ്മേ, സമന്തർ സിംഗ് വരുന്നുണ്ട്, അമ്മ എന്ത് ചെയ്യും? ഞാൻ ഒരുങ്ങി കാത്തിരിക്കും. എന്നിട്ടോ അവൻ വരുമ്പോൾ ഓടിച്ചെന്ന് അവന് ഞാൻ കെട്ടിപ്പുണരും, അവൻ്റെ കൈ ചുംബിക്കും. എന്തിനാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്? കാരണം കർത്താവ് കുരിശിൽ കിടന്നാണ് മരിച്ചത്. എൻ്റെ മകളുടെ രക്തം വീണ അവൻ്റെ കയ്യിലാണ്, അവിടെയാണ് ബലിയർപ്പിച്ചത്. പിന്നീട് നമുക്കറിയാം, അവൻ മാനസാന്തരപ്പെട്ടു, ജയിലിൽ നിന്ന് പുറത്തു വന്നു. അവനിന്നൊരു മിഷണറി ആയിട്ട് ജീവിക്കുകയാണ്. വളരെ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാവരെയും ഓർമ്മയിൽ നിൽക്കുന്നത് 2 സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് പ്രീതിയും വന്ദനയും. ഛത്തീസ്ഗഡിൽ നടന്ന സംഭവമാണ്. അതായത് മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. 9 ദിവസം തടങ്കലിൽ കിടക്കുകയാണ്. ഇങ്ങനെ 9 ദിവസം തടങ്കലിൽ കിടന്നപ്പോൾ അതുവരെയും ഈ കാണുന്ന ഇവരുടെ സഭയെക്കുറിച്ചും അറിയില്ല, ഈ സിസ്റ്റേഴ്സിനെ കുറിച്ചും അറിയില്ല. ലോകം മുഴുവനും ജാതിമത ഭേദമെന്നെ അറിഞ്ഞില്ലേ? അവരാരായി? ഈ സിസ്റ്റേഴ്സ് സദ്വാർത്തയായി, ഈ ചെയ്തവരോ പത്രവാർത്തയായി. ഇവരാരായി? സുവിശേഷമായി. ചെയ്തവരോ നാട്ടുവിശേഷമായി. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. വീണ്ടും ഈശോ പറഞ്ഞു, കർത്താവ് എന്ന് വിളിക്കുന്നവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നമ്മൾ എന്തു ചെയ്യണം? അവിടെയാണ് കർത്താവിൻ്റെ മുഖമായിട്ട് മാറേണ്ടത്. കണ്ണാവണം, കാതാവണം, അധരമാകണം, ഹൃദയമാകണം, ശബ്ദമാവണം, കർത്താവിൻ്റെ വ്യക്തിത്വമാകണം, സ്വഭാവമാകണം, അവബോധമാവണം, മുറിവായിട്ട് മാറണം. അതാണ് അന്ത്യവിധി. മത്തായി 25. ഇങ്ങനെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നു. ഒരു വേർതിരിവ്. എനിക്ക് വിശന്നു, ദാഹിച്ചു, രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, പരദേശിയായിരുന്നു, എപ്പോഴാണ് കണ്ടത്? അപ്പോൾ ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോഴാണ് എനിക്ക് ചെയ്തത്. അവിടെ കർത്താവിൻ്റെ മുഖത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിലും ദാഹിക്കുന്നവരില്ലേ, വിശക്കുന്നവരില്ലേ? പ്രായമായ അപ്പനും അമ്മയും മക്കളുടെ പേരക്കിടാങ്ങളുടെ സ്നേഹത്തിനായിട്ട് ദാഹിക്കുന്നില്ലേ, വിശക്കുന്നില്ലേ? ഭർത്താവ്, ഭാര്യ, മക്കളൊക്കെ ദാഹിക്കുന്നില്ലേ? അല്ലാതെ നമ്മളെ പുറത്തൊന്നും പോകേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. ഇനി കാരാഗ്രഹം എന്ന് പറഞ്ഞത് എവിടെയാണ്? വിയൂർ ജയിലും സെൻട്രൽ ജയിലും അല്ല, വീട്ടിൽ തന്നെ കാരാഗ്രഹമാകാം. സംശയിക്കുന്നൊരു ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ സ്നേഹിക്കാത്ത അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം മിണ്ടുന്നില്ല, അതൊരു കാരാഗ്രഹമല്ലേ? ഇനി നഗ്നതയെന്ന് പറഞ്ഞ് നഗ്നനായിരുന്നു എന്ന് പറയുമ്പോൾ വസ്ത്രമില്ലാത്ത അവസ്ഥയല്ല. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ. ചിലർ പറയും, അച്ഛാ അവളുടെ വാക്ക് കേട്ട തുണി ഉലിഞ്ഞു പോയെന്ന്. നാടൻ മലയാളം തുണി ഉലിഞ്ഞു പോയെന്ന്, നഗ്നരാക്കപ്പെട്ടു. അപ്പം ഇതെല്ലാം വീട്ടിൽ കാരാഗ്രഹം. പരദേശി വീട്ടിലുണ്ടാകും, ആരും മിണ്ടലില്ല, ഭക്ഷണം കൊടുക്കണില്ല, അപ്പോൾ പരദേശിയായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്ദേശം അത് വ്യക്തമായിട്ട് തീർന്നു. അത് വളരെ സ്പഷ്ടമായിട്ടുണ്ട്. കാരണം ഈശോ നൽകിയ സന്ദേശം
നമ്മൾ ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാകണം. നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് യേശുവിൻ്റെ മുഖമായിട്ട് മാറണം. അവിടുത്തെ കണ്ണാവണം, കാതാവണം, അധരമാകണം, ഹൃദയമാകണം, കരമാകണം, അവിടുത്തെ സ്വഭാവമാകണം, അവിടുത്തെ വ്യക്തിത്വമാകണം, അവിടുത്തെ തിരുമുറിവുകളായി മാറാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ആഗോള കത്തോലിക്ക സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിയോ പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും വിശ്വാസികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവവചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിച്ച് പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ആശ്രമത്തിലും സന്യാസ ഭവനത്തിലും ഞങ്ങളുടെ ഇടവകയിലും കുടുംബ യൂണിറ്റുകളിലും ഒക്കെ ഇപ്രകാരം ഈശോയുടെ മുഖമായി തീരുവാനുള്ള കൃപാവരം നൽകണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. ആമേൻ.